2025 മെയ് മാസം 7-ാം തീയതി വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ആരംഭിക്കുമ്പോൾ ആ കോൺക്ലേവിനുള്ളിൽ നടക്കുന്ന ആ ഒരു വോട്ടിംഗ് പ്രോസസ്സ് അത് എങ്ങനെയാണ് എന്ന് നാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കോൺക്ലേവിനുള്ളിൽ നടക്കുന്ന കാർഡിനൽസ് നടത്തുന്ന ആ ഒരു വോട്ടിംഗ് പ്രോസസ്സ്, മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള വോട്ടിംഗ് പ്രോസസ്സ് പ്രധാനമായും 3 ഘട്ടങ്ങളായി 3 ഫേസസ് ആയിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഒരു പ്രീ സ്ക്രൂട്ടനി ഫേസ് ആണ്. രണ്ടാമത്തെ ഫേസ് സ്ക്രൂട്ടനി ഫേസ്, മൂന്നാമത്തെ ഫേസ് പോസ്റ്റ് സ്ക്രൂട്ടനി ഫേസ്. ഇനി ഈ 3 ഘട്ടങ്ങളിലും എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1996 പുറപ്പെടുവിച്ച അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സി ഡൊമിനിജി ഗ്രജീസ് എന്ന അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷനാണ് ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നടപടി ക്രമങ്ങളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു നിബന്ധനകൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഫേസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രീ സ്ക്രൂട്ടനി ഫേസിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഈ കാർഡിനൽ എലക്ടേഴ്സിന് അവരുടെ ഒരു ബാലറ്റ്, അതായത് അവർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള ബാലറ്റിൻ്റെ ഒരു പ്രിപ്പറേഷൻ, അത് പിന്നീട് കാർഡിനൽ എലക്ടേഴ്സിന് നൽകുന്നു. അപ്പോൾ പ്രിപ്പറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബാലറ്റ് അത് ഈ പ്രീ സ്ക്രൂട്ടനി ഫേസിലാണ് നടക്കുന്നത്. ഈ ബാലറ്റുകൾ കാർഡിനൽ എലക്ടേഴ്സിന് വിതരണം ചെയ്യുന്നത് മാസ്റ്റേഴ്സ് ഓഫ് സെറിമണി, ഒപ്പം തന്നെ സെക്രട്ടറി ഓഫ് ദി കാർഡിനൽ കോളേജ്, ഇവർ ചേർന്നാണ് ഈ ബാലറ്റുകൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽ എലക്ടേഴ്സിന് വിതരണം ചെയ്യുന്നത്. ഇനി ഈ പ്രീ സ്ക്രൂട്ടനി ഫേസിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 9ഓളം കാർഡിനൽസിനെ, അതായത് കോൺക്ലേവിൽ പങ്കെടുക്കുന്ന 9ഓളം കാർഡിനൽസിനെ ഒരു ലോട്ട് വഴി പ്രത്യേക ദൗത്യങ്ങൾക്കായി തിരഞ്ഞെടുക്കും. അതിനുശേഷം അവരെ 3 വീതമുള്ള 3 ഗണങ്ങളായി തിരിക്കും. അതായത് 9 പേരെ 3 വീതമുള്ള 3 അംഗങ്ങളുള്ള 3 ഗണങ്ങളായി തിരിക്കും. ഈ ഓരോ ഗണങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിനും ഒരു പ്രത്യേക ദൗത്യങ്ങളുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ലോട്ട് വഴിയാണ്. അതിന് നേതൃത്വം നൽകുന്നത് കാർഡിനൽ ജൂനിയറായിട്ടുള്ള കാർഡിനൽ ഡീക്കനാണ്. കോൺക്ലേവിൽ പങ്കെടുക്കുന്ന ജൂനിയറായിട്ടുള്ള കാർഡിനൽ ഡീക്കനാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്, അതായത് 9 കാർഡിനൽസിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത്. ഇനി ഈ 9 പേരുടെ ദൗത്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഈ ലോട്ടിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന, അതായത് ലോട്ട് വഴി എടുക്കുന്ന ആദ്യത്തെ 3 പേർ, നമുക്ക് അവരെ സ്ക്രൂട്ടിനേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഇവർക്കുള്ളത്. അതായത് ഈ ബാലറ്റുകൾ എണ്ണുക, ബാലറ്റുകളിലെ പേര് അനൗൺസ് ചെയ്യുക. അതിനെപ്പറ്റി വിശദമായിട്ട് അടുത്ത ഘട്ടത്തിൽ ഞാൻ പ്രതിപാദിക്കാം. ഇനി 3ാമത്തെ ഗ്രൂപ്പിലുള്ള കാർഡിനൽസിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്, ചില കാർഡിനൽസ് നമുക്കറിയാവുന്നതുപോലെ ചിലർക്ക് അവരുടെ ഒരു ആരോഗ്യാവസ്ഥ മൂലം സിസ്റ്റൈൻ ചാപ്പലിലേക്ക് വരാൻ സാധിക്കാതെ വരുന്ന കാർഡിനൽസ് ഉണ്ട്. അവർ അവരുടെ വസതിയായ കോൺക്ലേവിൽ അവർ പങ്കെടുക്കുമ്പോൾ അവരുടെ ഔദ്യോഗിക വസതിയായ കാസ സന്ത മാർത്തയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് രോഗാവസ്ഥയിൽ കഴിയുന്ന അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സിസ്റ്റൈൻ ചാപ്പലിലേക്ക് വരാൻ സാധിക്കാതെ പോകുന്ന കാർഡിനൽസിൻ്റെ ബാലറ്റുകൾ അവരുടെ പക്കൽ നിന്നും കളക്ട് ചെയ്യുക എന്ന ഒരു ഉത്തരവാദിത്തമാണ് ഈ 2ാമത്തെ ഗ്രൂപ്പിൽപ്പെടുന്ന ഈ 3 കാർഡിനൽസിനുള്ളത്. ഇനി 3ാമത്തെ ഗ്രൂപ്പിൽപ്പെടുന്ന 3 കാർഡിനൽസിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഗ്രൂപ്പ്, അതായത് സ്ക്രൂട്ടിനേഴ്സ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽപ്പെടുന്ന കാർഡിനൽസ് അവർ ചെയ്ത നടപടി ക്രമങ്ങളെ ആത്യന്തികമായി അവസാനമായും ഒന്ന് പരിശോധിക്കുക, അത് ഉറപ്പുവരുത്തുക, അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുക, അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുക എന്ന ഒരു ദൗത്യമാണ് ഈ 3ാമത്തെ ഗ്രൂപ്പിൽപ്പെടുന്ന ഈ 3 കാർഡിനൽസിന് ഉള്ളത്. അവർ റിവേഴ്സേഴ്സ് എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഇനി ഈ പ്രീ സ്ക്രൂട്ടനി ഫേസിലാണ് ഞാൻ പറഞ്ഞതുപോലെ ബാലറ്റുകൾ ഈ കാർഡിനൽ എലക്ടേഴ്സിന് വിതരണം ചെയ്യുന്നത്. ഈ ബാലറ്റിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഘടന എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് കാർഡിനൽ എലക്ടേഴ്സ് അവരുടെ വോട്ട് അതിൽ രേഖപ്പെടുത്തുന്നത് എന്ന് നോക്കാം. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു പേപ്പറാണ് ഈ ഒരു ബാലറ്റ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് 2 ഭാഗമായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് അപ്പർ ഹാഫ്, ഒപ്പം തന്നെ ലോവർ ഹാഫ്. ഈ അപ്പർ ഹാഫിൽ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: എലീഗോ ഇൻ സമ്മൂം പൊന്തിഫിച്ചേം എന്ന ഒരു വാചകം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ എങ്ങനെയാണ്: ഐ എലക്ട് ആസ് ദി മോസ്റ്റ് ഹൈ പൊന്തിഫ് എലീഗോ ഇൻ സമ്മൂം പൊന്തിഫിച്ചേം എന്ന് ആ ബാലറ്റിൻ്റെ അപ്പർ ഹാഫിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലോവർ ഹാഫിലാണ് കാർഡിനൽ എലക്ടേഴ്സ് തങ്ങൾ ആഗ്രഹിക്കുന്ന, അടുത്ത മാർപ്പാപ്പയായി തങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഒരു പേര് എഴുതേണ്ടത്.
അപ്പോൾ രണ്ടായി മടക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു ബാലറ്റ് അതിൻ്റെ ഒരു ഘടന ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വോട്ട് ചെയ്യുന്ന കാർഡിനൽസ് വളരെ ലെജിബിളായിട്ട്, ഒപ്പം തന്നെ ഈ ഒരു അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, തങ്ങളുടെ ആ ഒരു കൈയക്ഷരം എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പക്ഷേ ലെജിബിളായി തങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാർഡിനലിൻ്റെ പേര്, അടുത്ത മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാൻ തങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാർഡിനലിൻ്റെ പേര് അതിൽ എഴുതണം എന്ന് കൃത്യമായും അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. മറ്റ് പേരുകൾ എഴുതാൻ സാധിക്കുകയില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ ബാലറ്റ് ഇൻവാലിഡായി കണക്കാക്കേണ്ടി വരും. ഒപ്പം ആ ബാലറ്റിൽ ആ പേരുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ബാലറ്റ് രണ്ടായി ഈ കാർഡിനൽ എലക്ടേഴ്സ് മടക്കണം. ഒപ്പം ഈ ബാലറ്റിലുള്ള എഴുത്ത്, അതിൽ രേഖപ്പെടുത്തുന്ന പേര് വിവരങ്ങൾ, അതെല്ലാം അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ കാർഡിനൽ എലക്ടേഴ്സ് നിർവഹിക്കണമെന്ന് ഈ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായും തന്നെ പറയുന്നുണ്ട്. ഇനി വോട്ടിങ്ങിൻ്റെ സമയത്ത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ അവർക്ക് ലഭിക്കുന്ന ബാലറ്റ് വിതരണം ചെയ്യുന്നത് മാസ്റ്റർ ഓഫ് സെറമണീസും ഒപ്പം തന്നെ സെക്രട്ടറി ഓഫ് ദി കാർഡിനൽ കോളേജുമാണ്. അവർ 2 അല്ലെങ്കിൽ 3 അറ്റ്ലീസ്റ്റ് 2 or 3 ബാലറ്റ്സ് ഈ കാർഡിനൽ എലക്ടേഴ്സിന് വിതരണം ചെയ്യും. അപ്പോൾ വോട്ടിംഗ് നടക്കുന്ന സമയം അത് വളരെ ആ വോട്ടിംഗ് നടക്കുന്ന സമയത്ത് സിസ്റ്റൈൻ ചാപ്പലിൽ കാർഡിനൽ എലക്ടേഴ്സ് മാത്രമേ അവിടെ സന്നിഹിതരാകാൻ പാടുള്ളൂ. ഈ ബാലറ്റുകൾ വിതരണം ചെയ്ത സെക്രട്ടറി ഓഫ് ദി കാർഡിനൽ കോളേജ്, ഒപ്പം തന്നെ മാസ്റ്റർ ഓഫ് ദി സെറമണീസ്, ഇവർ ആ സമയം സിസ്റ്റൈൻ ചാപ്പലിൻ്റെ പുറത്തേക്ക് പോകണം. ജൂനിയർ കാർഡിനൽ ഡീക്കൺ ആ ഒരു സമയം സിസ്റ്റൈൻ ചാപ്പലിൻ്റെ വാതിൽ അടയ്ക്കണം. അപ്പോൾ ആ വോട്ടിംഗ് നടക്കുന്ന സമയത്ത് സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ഉള്ളിൽ കാർഡിനൽ എലക്ടേഴ്സ് മാത്രമേ സന്നിഹിതരാകാൻ പാടുള്ളൂ. അങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ ആ ഒരു നിയമം പറയുന്നത്. ഇനി ഫസ്റ്റ് ഫേസിലെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നീട് അടുത്തത് ഒരു സെക്കൻഡ് ഫേസിലേക്ക് ആ ഒരു ഇലക്ഷൻ പ്രോസസ്സ് കടക്കുകയാണ്. സെക്കൻഡ് ഫേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കാർഡിനൽ എലക്ടേഴ്സ് അവർ വോട്ട് ചെയ്ത ആ ഒരു ബാലറ്റുകൾ നിക്ഷേപിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ആ ഒരു ബോക്സിൽ അത് നിക്ഷേപിക്കും. അതിനുശേഷം ബാലറ്റുകളുടെ കൗണ്ടിങ്, പിന്നീട് ബാലറ്റ് ഓപ്പൺ ചെയ്ത് ആ ബാലറ്റിൽ ഏത് പേരുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പരിശോധിക്കും. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ഫേസിൽ നടക്കുന്നത്. ഇനി കാർഡിനൽസ് എങ്ങനെയാണ് തങ്ങളുടെ ബാലറ്റുകൾ ആ ഒരു ബോക്സിനുള്ളിൽ നിക്ഷേപിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ആ ശുശ്രൂഷകൾ, ചടങ്ങുകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ബാലറ്റ്, അത് മാസ്റ്റർ ഓഫ് സെറമണീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ബാലറ്റ്, അതിൽ കൃത്യമായിട്ടും തങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേര്, ആ ബാലറ്റിൽ 2 ഭാഗങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ഭാഗത്തിൽ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്, ലാറ്റിനിലുള്ള ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലോവർ ഹാഫിലാണ്, ബാലറ്റിൻ്റെ ലോവർ ഹാഫിലാണ് തങ്ങളുടെ പേര് രേഖപ്പെടുത്തേണ്ടത്. ആ ബാലറ്റ് പിന്നീട് 2 തവണ മടക്കുന്നു. അതിനുശേഷം തങ്ങളുടെ ഊഴമനുസരിച്ച് ഈ മടക്കിയ ബാലറ്റുകൾ കൈകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാർഡിനൽസ് തങ്ങളുടെ ഊഴമനുസരിച്ചുകൊണ്ട് ആ സിസ്റ്റൈൻ ചാപ്പലിലെ ആ ഒരു അൾത്താരയുടെ സമീപത്തേക്ക് വരുന്നു. ആ അൾത്താരയുടെ സമീപത്തായി സ്ഥാപിച്ചിരിക്കുന്ന പ്രത്യേക ഒരു ടേബിളിൽ അതിൻ്റെ സമീപത്തായി സ്ക്രൂട്ടനൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 കാർഡിനൽസ് അവരവിടെ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ആ കൈകളിൽ ഉയർത്തിപ്പിടിച്ച ആ ബാലറ്റുമായി അവർ അൾത്താരയുടെ മുൻപിൽ വരുന്നു. അതിനുശേഷം ആ ബാലറ്റ് നിക്ഷേപിക്കേണ്ട ആ ഒരു ബോക്സ് അതിന് സമീപത്ത് എത്തിയതിനു ശേഷം അവർ ഒരു വാചകം ഉച്ചരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് ഞാൻ പറയാം. ഐ കോൾ ആസ് മൈ വിറ്റ്നസ് Christ the Lord, who will be my judge, that my vote is given to the one who before God I think should be elected. ഈ ഒരു വാചകം ഉച്ചരിച്ചതിന് ശേഷമാണ് ഈ ബാലറ്റുകൾ നിക്ഷേപിക്കേണ്ട ആ ഒരു ബോക്സിലേക്ക് കാർഡിനൽ എലക്ടർ ആ ഒരു ബാലറ്റ് നിക്ഷേപിക്കുന്നത്. അതിനുശേഷം അൾത്താരയുടെ മുൻപിൽ വണങ്ങിയ ശേഷം പിന്നീട് തങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥാനത്തേക്ക്, ആ ഒരു ഇരിപ്പിടത്തേക്ക് അവർ തിരികെ പോകുന്നു. ഇനി ഏതെങ്കിലും ഒരു കാർഡിനലിന് ഏതെങ്കിലും സാഹചര്യത്തിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ തങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും ആ ഒരു ഓൾട്ടറിലേക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ ഈ സ്ക്രൂട്ടനൈസായിട്ട് ആക്ട് ചെയ്യുന്ന കാർഡിനൽ, അദ്ദേഹം വന്ന് ആ ഇരിപ്പിടത്തിലിരിക്കുന്ന കാർഡിനലിൻ്റെ പക്കൽ നിന്നും ആ ബാലറ്റ് മേടിക്കുന്നു. ആ ബാലറ്റ് കൈമാറുമ്പോൾ ആ വോട്ട് ചെയ്ത കാർഡിനൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓത്ത്, ആ ഒരു വാചകം ഉച്ചരിക്കുന്നു. അതിനുശേഷം ഈ സ്ക്രൂട്ടനൈസായിട്ട് ആക്ട് ചെയ്യുന്ന ഈ കാർഡിനൽ നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ ഈ കൈകളിൽ ബാലറ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ അൾത്താരയുടെ സമീപമുള്ള ആ ഒരു ചെപ്പിൽ, ആ ഒരു ബോക്സിൽ ആ ഒരു ബാലറ്റ് നിക്ഷേപിക്കുന്നു. ഇങ്ങനെയാണ് ആ ബാലറ്റ് നിക്ഷേപവുമായി ബന്ധപ്പെട്ട്, ബോക്സിൽ ബാലറ്റ് നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത്.
ഇനി ആരോഗ്യ കാരണങ്ങൾ മൂലം സിസ്റ്റൈൻ ചാപ്പലിലേക്ക് എത്താൻ സാധിക്കാതെ പോകുന്ന കാർഡിനൽസ്, അതായത് കാസ സാന്താ മാർത്തയിൽ വിശ്രമത്തിലായിരിക്കുന്ന കാർഡിനൽസ്, അവർ എങ്ങനെയാണ് ഈ ഒരു വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, അവരുടെ പക്കൽ നിന്നും ആ ഒരു വോട്ട് അല്ലെങ്കിൽ ബാലറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കാർഡിനൽസിൻ്റെ ഒരു ഗ്രൂപ്പിനെ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അവരുടെ പക്കലേക്ക് ഈ കാർഡിനൽസ്, അതായത് ഈ സിക്കായിട്ട് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കാസ സാന്താ മാർത്തയിൽ കഴിയുന്ന കാർഡിനൽസിൻ്റെ അവരുടെ പക്കൽ നിന്നും അവരുടെ വോട്ട് മേടിക്കുവാനായി അല്ലെങ്കിൽ അവരുടെ ബാലറ്റ് മേടിക്കുവാനായിട്ട് ഇവർ ഒരു പ്രത്യേക ബോക്സ് ഉണ്ട്. അതായത് ഒരു പ്രത്യേക ബോക്സ്, അത് സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ആ ബോക്സ് തുറക്കും. അത് എംപ്റ്റി ആണ് എന്ന് അവിടെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നവരെ ബോധ്യപ്പെടുത്തും. അതിനുശേഷം ആ ബോക്സ് ലോക്ക് ചെയ്യും. അതിൻ്റെ താക്കോൽ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ അൾത്താരയിൽ വയ്ക്കും. പിന്നീട് ആ ഒരു ബോക്സും ഒപ്പം തന്നെ ഒരു ട്രേയിൽ ഈ ആരോഗ്യ കാരണങ്ങൾ മൂലം രോഗാവസ്ഥയിൽ കഴിയുന്ന കാർഡിനൽസിന് വോട്ട് ചെയ്യാനുള്ള ബാലറ്റുകളുമായി നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ 3 കാർഡിനൽസ് സിസ്റ്റൈൻ ചാപ്പലിൻ്റെ പുറത്തേക്ക് വരും. അവർ കാസ സാന്താ മാർത്തയിലേക്ക് പോകും. അവിടെ വെച്ച് ഈ രോഗാവസ്ഥയിൽ കഴിയുന്ന കാർഡിനലിന് ആ ബാലറ്റ് കൈമാറും. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ സാധാരണ ഈ സിസ്റ്റൈൻ ചാപ്പലിൽ സന്നിഹിതരായിരിക്കുന്ന കാർഡിനൽസ് എടുക്കുന്ന അതേ ഒരു ഓത്ത്, ആ ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് രോഗാവസ്ഥയിൽ കഴിയുന്ന കാർഡിനലും ബാലറ്റിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന കാർഡിനലിൻ്റെ പേര് രേഖപ്പെടുത്തും. അതിനുശേഷം ഈ 3 കാർഡിനൽസ് കൊണ്ടുവന്ന ബോക്സിൽ ആ ബാലറ്റ് നിക്ഷേപിക്കും. അതിനുശേഷം ആ ബോക്സുമായി ഇവർ പിന്നീട് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് തിരികെ വരും. അതിനുശേഷം സിസ്റ്റൈൻ ചാപ്പലിൽ എത്തുന്ന ആ ഒരു കാർഡിനൽസ് കൊണ്ടുവന്ന ആ ഒരു ബോക്സ് അവർ തുറന്ന് പരിശോധിക്കും. ആ ബോക്സിലെ ബാലറ്റിൻ്റെ എണ്ണവും കാസ സാന്താ മാർത്തയിൽ സന്നിഹിതരായിരിക്കുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്ത കാർഡിനൽസിൻ്റെ എണ്ണവും തമ്മിൽ ടാലി ആകുന്നുണ്ടോ എന്ന് നോക്കും. അതിനുശേഷം ആ ബോക്സിലെ ബാലറ്റ് സിസ്റ്റൈൻ ചാപ്പലിൽ കാർഡിനൽസ് ബാലറ്റ് നിക്ഷേപിച്ച ആ ബോക്സിലേക്ക് നിക്ഷേപിക്കും. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ കാസ സാന്താ മാർത്തയിൽ കഴിയുന്ന കാർഡിനലിന് ആ വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ആ കാർഡിനൽ നിശ്ചയിക്കുന്ന ഒരു കാർഡിനൽ എലക്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ബാലറ്റ് കാസ സാന്താ മാർത്തയിലേക്ക് വന്ന് കളക്ട് ചെയ്യാൻ വരുന്ന ഏതെങ്കിലും ഒരു കാർഡിനൽസ്, അത് ഈ രോഗാവസ്ഥയിൽ കഴിയുന്ന കാർഡിനലായിരിക്കും നിശ്ചയിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ആ കാർഡിനലിന് അദ്ദേഹത്തിൻ്റെ മുൻപാകെ വോട്ട് രേഖപ്പെടുത്താം. പക്ഷേ ഒരു ഓത്ത് ഓഫ് സീക്രസി കൃത്യമായും അത് ചൊല്ലിയിട്ട് വേണം ആ ഒരു വോട്ട് രേഖപ്പെടുത്താൻ. ഇങ്ങനെയാണ് രോഗാവസ്ഥയിൽ കഴിയുന്ന കാർഡിനൽസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത്. കാസ സാന്താ മാർത്തയിലും ഒപ്പം തന്നെ സിസ്റ്റൈൻ ചാപ്പലിലുമായിരിക്കുന്ന കാർഡിനൽസ് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ച് ആ വോട്ട് അല്ലെങ്കിൽ ആ ബാലറ്റ് സിസ്റ്റൈൻ ചാപ്പലിലെ അൾത്താരയുടെ സമീപത്തുള്ള ആ ഒരു ബോക്സിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തതായി നടക്കാൻ പോകുന്ന പ്രോസസ്സ് ഈ ബാലറ്റുകളുടെ ഒരു കൗണ്ടിംഗ് ആണ്. എല്ലാ ബാലറ്റുകളും അവിടെ പ്രത്യേകം സ്ഥാപിച്ചിരിക്കുന്ന ആ ഒരു ബോക്സിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ബാലറ്റുകളുടെ ഒരു കൗണ്ടിംഗ് ആണ്. അതിനു മുമ്പായി ഈ സ്ക്രൂട്ടനയർ ആയി ആക്ട് ചെയ്യുന്ന, സേവനം ചെയ്യുന്ന ഒരു കാർഡിനൽ ആ ബാലറ്റുകൾ നിക്ഷേപിച്ചിരിക്കുന്ന ബോക്സ് എടുക്കും. അത് നന്നായി ഷെയ്ക്ക് ചെയ്യും. അതിനുശേഷം ആ ബാലറ്റുകൾ മിക്സ് ചെയ്യും. പിന്നീട് ഈ സ്ക്രൂട്ടനയറായി ആക്ട് ചെയ്യുന്ന മറ്റൊരു കാർഡിനൽ ഈ ബോക്സിൽ നിന്നും ഓരോ ബാലറ്റുകൾ എല്ലാവരും കാണുകയെടുക്കുന്നു. അതിനുശേഷം അത് കൗണ്ട് ചെയ്യുന്നു. പിന്നീട് തൊട്ടടുത്ത മുൻകൂട്ടി നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന മറ്റൊരു ബോക്സിലേക്ക് ആ ബാലറ്റുകൾ നിക്ഷേപിക്കുന്നു. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ കൗണ്ട് ചെയ്യുന്ന ബാലറ്റുകളും അവിടെ സിസ്റ്റൈൻ ചാപ്പലിലും അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ പങ്കെടുത്ത കാർഡിനൽസിൻ്റെ എണ്ണവും തമ്മിൽ ടാലി ആകുന്നില്ലെങ്കിൽ ഈ ബാലറ്റുകളെല്ലാം കത്തിക്കും. അതിനുശേഷം മറ്റൊരു വോട്ടെടുപ്പിലേക്ക് കിടക്കും. ആ ഒരു സ്റ്റെപ്പ് വളരെ നിർണായകമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ആ ബാലറ്റ് ബോക്സിൽ നിക്ഷേപിച്ചിരിക്കുന്ന ബാലറ്റുകളുടെ എണ്ണവും വോട്ടെടുപ്പിൽ പങ്കെടുത്ത കാർഡിനൽസിൻ്റെ എണ്ണവും ടാലി ആകുന്നില്ല എങ്കിൽ ഉടനെ തന്നെ അടുത്ത ഒരു വോട്ടിങ്ങിലേക്ക് കിടക്കും. ആ ടാലി ആകാത്ത അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിട്ടുള്ള വോട്ടെടുപ്പിലെ ബാലറ്റുകളെല്ലാം അത് കത്തിക്കും. ഇനി ഈ ബാലറ്റ് ബോക്സിലുള്ള ബാലറ്റുകളുടെ എണ്ണവും ഒപ്പം തന്നെ അവിടെ സന്നിഹിതരായിട്ടുള്ള വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടുള്ള കാർഡിനൽസിൻ്റെ എണ്ണവും ടാലി ആകുന്നുണ്ട് എങ്കിൽ പിന്നീട് ആ ബാലറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പേര് വിവരങ്ങൾ പുറത്തേക്ക് അല്ലെങ്കിൽ സിസ്റ്റൈൻ ചാപ്പലിൽ സന്നിഹിതരായിരിക്കുന്നവരെ അറിയിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൗണ്ടിങ് പ്രോസസ്സിലേക്കായിരിക്കും പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇത്തരത്തിൽ ആ
ബോക്സിൽ നിക്ഷേപിച്ചിരിക്കുന്ന ബാലറ്റുകളുടെ എണ്ണവും ഒപ്പം തന്നെ എലക്ടേഴ്സായിട്ടുള്ള ആ ഒരു കാർഡിനൽസിൻ്റെ എണ്ണവും തമ്മിൽ ടാലി ആയതിനു ശേഷം ഇനി അടുത്തത് ഒരു കൗണ്ടിംഗ് സ്റ്റേജിലേക്കാണ് കടക്കുന്നത്. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ അൾത്താരയ്ക്ക് സമീപം ആയി പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ടേബിളിൽ, ആ ടേബിളിന് സമീപത്തായി ഈ സ്ക്രൂട്ടനേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന, സേവനം ചെയ്യുന്ന കാർഡിനൽസ് 3 പേരും ഇരിക്കും. അതിൽ ആദ്യത്തെ ആൾ, നമുക്ക് അവരെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ആദ്യത്തെ ആൾ ഈ ബോക്സിൽ നിന്നും ഈ ബാലറ്റ് എടുക്കും. ആ ബാലറ്റിലുള്ള ആ ഒരു പേര് അദ്ദേഹം പരിശോധിക്കും. അത് അദ്ദേഹം ഒരു പേപ്പറിൽ നോട്ട് ചെയ്യും. അതിനുശേഷം ആ ബാലറ്റ് രണ്ടാമത്തെ കാർഡിനലിൻ്റെ പക്കലേക്ക് കൈമാറും. അദ്ദേഹവും ആ പേര് പരിശോധിക്കും. അദ്ദേഹവും ആ പേര് നോട്ട് ചെയ്യും. ആ ബാലറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു പേര് നോട്ട് ചെയ്യും. ഇനി ആ ബാലറ്റ് ഈ സെക്കൻഡ് കാർഡിനൽ ഈ തേർഡ് കാർഡിനലിന് കൈമാറും. ഈ തേർഡ് കാർഡിനലിന് ആ ബാലറ്റ് കൈമാറുമ്പോൾ ഈ തേർഡ് കാർഡിനൽ ആ പേര്, ആ ബാലറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയും. സിസ്റ്റൈൻ ചാപ്പലിരിക്കുന്ന എല്ലാവർക്കും കേൾക്കാവുന്ന രീതിയിൽ തന്നെ ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയും. ആ സമയം ഓരോ കാർഡിനൽ എലക്ടേഴ്സിൻ്റെ മുൻപിൽ ഓരോ ഷീറ്റ് ഓഫ് പേപ്പർ ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ആ ഒരു പേര് നോട്ട് ചെയ്യാൻ സാധിക്കും. ഈ മൂന്നാമത്തെ കാർഡിനൽ ഈ പേര് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹവും ഈ ബാലറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പേര് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ഷീറ്റ് ഓഫ് പേപ്പറിലും അദ്ദേഹം രേഖപ്പെടുത്തും. ഒപ്പം തന്നെ അദ്ദേഹം ചെയ്യുന്ന മറ്റൊരു ദൗത്യം കൂടിയുണ്ട്. ഈ കിട്ടിയിരിക്കുന്ന ബാലറ്റുകൾ, തൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുന്ന ബാലറ്റുകൾ എല്ലാം ഒരു നൂലിൽ അദ്ദേഹം കോർക്കും. അങ്ങനെ എല്ലാ ബാലറ്റുകളും ആ ഇലക്ഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ബാലറ്റുകളും വളരെ സെക്യൂറായിട്ട് ഒരു നൂലിൽ അദ്ദേഹം കോർക്കും. അത് ഒന്നെങ്കിൽ ആ ടേബിളിന് സമീപത്തായിട്ട് അതിന് ആ ബാലറ്റുകളെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോക്സിൽ നിക്ഷേപിക്കാം. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ബാലറ്റുകൾ എടുക്കുമ്പോൾ 2 ബാലറ്റുകൾ ഒരുമിച്ച് ഏതെങ്കിലും കാർഡിനൽ അബദ്ധത്തിൽ അത് മടക്കി ഒരുമിച്ച് അത് ബോക്സിൽ നിക്ഷേപിച്ച ഒരു സാഹചര്യം സംജാതമായി എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ 2 ബാലറ്റുകളിലും ഒരേ പേര് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അതൊരൊറ്റ വോട്ടായി പരിഗണിക്കും. ഇനി 2 ബാലറ്റുകളിലും ഒന്നായി മടക്കിയിരിക്കുന്ന 2 ബാലറ്റുകളിലും 2 വ്യത്യസ്ത പേരുകളാണെങ്കിൽ ആ ബാലറ്റ് ഇൻവാലിഡ് എന്ന രീതിയിലേക്ക് അത് കണക്കാക്കും. ഇങ്ങനെയാണ് ആ ഒരു കൗണ്ടിങ് വരുന്നത്. അതിനുശേഷം ഓരോ പേരുകൾക്കും ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ സെപ്പറേറ്റ് ഷീറ്റ് ഓഫ് പേപ്പറുകളിൽ രേഖപ്പെടുത്തും. പിന്നീടാണ് ആ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുകളിൽ ആർക്കെങ്കിലും 3/2 ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ടോ എന്ന് ഈ സ്ക്രൂട്ടനൈസായിട്ട് ആക്ട് ചെയ്യുന്ന, സേവനം ചെയ്യുന്ന കാർഡിനൽസ് പരിശോധിക്കും. 3/2 ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്നാണ് അതിന് അർത്ഥം വരുന്നത്. മാർപ്പാപ്പയെ തിരഞ്ഞെടുത്താലും തിരഞ്ഞെടുത്തില്ലെങ്കിലും ഈ സ്ക്രൂട്ടനൈസായിട്ട് ആക്ട് ചെയ്ത കാർഡിനൽസിൻ്റെ എല്ലാ പ്രോസസ്സും, അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന റിസൾട്ട്, അവർ ടാലി ചെയ്തിരിക്കുന്ന വോട്ടുകൾ, അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 കാർഡിനൽസിനെ റിവേഴ്സേഴ്സായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. അവർ ഈ സ്ക്രൂട്ടനൈസ് ചെയ്ത എല്ലാ പ്രോസസ്സും ഒന്നുകൂടി റീവെരിഫൈ ചെയ്യും. കൃത്യമായിട്ടാണോ ടാലി ചെയ്തിരിക്കുന്നത്, അവർ എഴുതിയിരിക്കുന്ന നോട്ടുകൾ, ഇതിൻ്റെ റിസൾട്ട്, ടോട്ടൽ വോട്ട്സിൻ്റെ ആ ഒരു കൗണ്ടിങ്, അതെല്ലാം ഈ റിവേഴ്സേഴ്സ് അത് രേഖപ്പെടുത്തും. മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കാർഡിനൽ കോളേജിൻ്റെ ജൂനിയർ ഡീക്കനായിട്ടുള്ള കാർഡിനൽ ഉടനെ തന്നെ കാർഡിനൽ കോളേജിൻ്റെ സെക്രട്ടറിയെയും ഒപ്പം തന്നെ മാസ്റ്റർ ഓഫ് സെറമണീസിനെയും വിളിച്ചു വരുത്തും. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കാർഡിനൽസ് സിസ്റ്റൈൻ ചാപ്പലിന് പുറത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ബാലറ്റുകൾ, വോട്ട് ചെയ്ത ബാലറ്റുകൾ അത് കത്തിക്കണം എന്നാണ് നിയമമുള്ളത്. അത് ആ വോട്ട് ചെയ്ത ബാലറ്റുകൾ കത്തിക്കുന്നത് സ്ക്രൂട്ടനൈസിൻ്റെയും ഒപ്പം തന്നെ സെക്രട്ടറി ഓഫ് ദി കാർഡിനൽ കോളേജിൻ്റെയും ഒപ്പം മാസ്റ്റർ ഓഫ് സെറമണീസിൻ്റെയും നേതൃത്വത്തിലാണ് ആ ബാലറ്റിൻ്റെ ആ ഒരു ബേണിംഗ്, ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇനി നമുക്കറിയാം വോട്ടെടുപ്പ് എപ്പോഴൊക്കെയാണ് നടക്കുന്നത്. മെയ് 7-ാം തീയതി അന്ന് ആഫ്റ്റർനൂണിൽ, അതായത് ഉച്ച കഴിഞ്ഞ് ഒരു വോട്ടെടുപ്പ് നടക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് മുമ്പ്, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മുമ്പ് 2 വോട്ടെടുപ്പ്, ഉച്ചയ്ക്ക് ശേഷം 2 വോട്ടെടുപ്പ്. ഇനി ഉച്ചയ്ക്ക് മുമ്പ് നടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു സെഷനിൽ നടക്കുന്ന ആദ്യത്തെ വോട്ടെടുപ്പിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് ഉടനെ തന്നെ രണ്ടാമത്തെ ഒരു വോട്ടെടുപ്പിലേക്ക് കടക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ നടക്കുന്ന ആദ്യത്തെ വോട്ടെടുപ്പിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല. പിന്നീട് ഉടനെ തന്നെ രാവിലത്തെ തന്നെ അടുത്ത ഒരു സെഷൻ വോട്ടെടുപ്പിലേക്ക് കടക്കും. അപ്പോൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിക്കാതെ പോയ ആ വോട്ടെടുപ്പിൻ്റെ ബാലറ്റ് ഈ അടുത്ത സെഷനിലെ ആ ഒരു വോട്ടെടുപ്പിന് ശേഷമുള്ള ബാലറ്റുകളുടെ കൂടെയായിരിക്കും അത് കത്തിക്കുന്നത്. അങ്ങനെയാണ് നിലവിൽ ആ ഒരു അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആ ഒരു നിയമം പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ആ ഒരു വോട്ടെടുപ്പിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. പിന്നീട് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ
മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത വ്യക്തിയോട് സീനിയറായിട്ടുള്ള കാർഡിനൽ ഈ ഒരു ഇലക്ഷനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. പിന്നീട് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ സ്ഥാനിക നാമം ഏതാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കും. പിന്നീട് നടക്കുന്ന പ്രോസസ്സ് നമുക്കറിയാം. വത്തിക്കാൻ ബാൽക്കണിയിലേക്ക് കാർഡിനൽ പൊറോട്ടോ ഡീക്കൻ ഹബേമൂസ് പാപ്പ എന്ന് പറയുന്ന ആ ഒരു ആഹ്വാനം, ആ ഒരു അറിയിപ്പ് നടത്തും. മാർപ്പാപ്പ പ്രത്യക്ഷപ്പെടും. ഈ ബാൽക്കണിയിൽ മാർപ്പാപ്പ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വരും. അദ്ദേഹം തൻ്റെ ഉർബി എത്ത് ഓർബി ആശീർവാദം ജനങ്ങൾക്കായി നൽകും. ഇങ്ങനെയാണ് കോൺക്ലേവിനുള്ളിൽ നടക്കുന്ന ആ വളരെ രഹസ്യ സ്വഭാവമുള്ള വോട്ടെടുപ്പിൻ്റെ ആ ഒരു ക്രമം സഭയുടെ നിയമം അനുസരിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഏതായാലും പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കാർഡിനൽസിനെ പരിപൂർണമായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭാ നൗകയെ ധീരതയോടെ ഈ വരുന്ന കാലഘട്ടങ്ങളിൽ നയിക്കാൻ സാധിക്കുന്ന ഒരു മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി നമുക്ക് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വത്തിക്കാൻ ചത്രത്തിൽ നിന്നും ജോർജി ജോസ്.